ആ ഇതാ പെൺകുട്ടിയെ കൂടെ കൊണ്ടു പിടിക്കുക. വരട്ടെ സാർ. ഈ കൊച്ചിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പലവട്ടം മറ്റോട് ചോദിച്ചതാ. ഞാനാണ് ഇത് പറഞ്ഞ് ശരിയാക്കിയത്. ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ശരിയാക്കി തരാം. ഇതാണ് അമ്മ പറഞ്ഞ പരസ്യം. ഇതാണ് അമ്മ പറഞ്ഞ എന്റെ ഭാവി. ഇനി എത്ര പേരും കൂടി വരും? അമ്മയോട് ക്ഷമിക്കും മോളെ. മിണ്ടരുത് അമ്മ, ഗംഗയോട് മിണ്ടരുത്. നമുക്ക് ജീവിക്കണ്ടേ? പോടുന്നു പള്ളി പോയി പറഞ്ഞാ മതി. അമ്മ അറിഞ്ഞാലേ കൊല്ലും. രാത്രി ഇതേപോലെ ഇടിയും മിന്നലും, ട്രെയിനിന്റെ പൂവ്, ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ദേഹം നിറയ്ക്കും. അച്ഛാമ്മയൊന്നും ഓർക്കുന്നില്ലേ? അതൊക്കെ മറക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇന്നും ഈ മേൽക്കൂരയ്ക്ക് കീഴെ കഴിയണത്. അല്ലെങ്കിൽ എന്നോ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പാട് നോക്കി പോയനെ. തുടങ്ങി. കയ്യിലുള്ള കാശും കളഞ്ഞ് കൊള്ളും വാങ്ങിച്ചു കൊടുത്ത് ഇയാളുടെ കരച്ചിലും കാണണമല്ലോ. മാതാവേ, നിനക്കിതൊക്കെ പറയാടി. കാരണം നിന്റെ മോക്ക് എലിസബത്തിന് പേരും പ്രശസ്തിയും കൈ നിറയെ പണവും ഉണ്ട്. എന്റെ മോക്കോ, ഡയാനയ്ക്കോ? ഓ, ആണ്ടഴിച്ചു. മനുഷ്യ, നിങ്ങളുടെ ആദ്യ ഭാര്യ മരിച്ച് ഒരു പെൺകുഞ്ഞു മുഴുകുടിയുമായി നടന്നിരുന്ന കാലത്താണ് ചാവാൻ നടന്ന എന്നെയും കൊച്ചിനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. കെട്ടിയനും ചത്ത് ഒരു പെൺകുഞ്ഞുമായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുമായിരുന്നു ഞാനും. എന്നെ നിങ്ങൾ രണ്ടാം കെട്ട് കെട്ടി രക്ഷപ്പെട്ടെന്ന് ഞാനും കരുതി. എന്നിട്ടോ ഒരു നെല്ലിട മാറിയോ? പഴയതിലും കൂടുതലായി കള്ളും കുടിച്ച് എല്ലാം നശിപ്പിച്ചു. വിറ്റ് തുളച്ചു ഒക്കെ. കാശിന് വരുമാനമില്ലാത്ത നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പോയോ? നിങ്ങൾക്കും നിങ്ങളുടെ മോക്കും തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഞാനല്ലേ തരണത്. എന്നിട്ട് അതാണല്ലോ എൻ്റെ കുറ്റം ഇപ്പോ. ഇതിനു പുറമെ ഡെയിലി നിങ്ങൾക്ക് 100-300 രൂപയുടെ കള്ളും. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവര് രണ്ടുപേരും, ഡയാനയും ലിസയും, ഒരമ്മ പെറ്റ മക്കളെ പോലെയാ. ഭയങ്കര സ്നേഹത്തിലാ. എന്റെ ലിസ ഡയാനെ ചേച്ചിന്ന് വിളിക്കണ കേട്ടിട്ടില്ലേ? രണ്ടമ്മയുടെ രണ്ടച്ഛൻ്റെ മക്കളാണെന്ന് തോന്നുമോ? നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടേക്കല്ലേ. എനിക്ക് ഡയാന ഞാൻ പെറ്റ കുട്ടിയെ പോലെ തന്നെയാ. പിന്നെ പേരും പണവും പ്രശസ്തിയും അതൊക്കെ ഓരോരുത്തരുടെ തലവിധി. ഡയനെ കൊള്ളാവുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ അച്ഛനെ? അതിനൊക്കെ മൂക്കില് പല്ലൊന്നും മുളച്ചില്ലല്ലോ. വന്ന് കിടക്കാൻ നോക്കു മനുഷ്യ. അയ്യോ, വേദന. നിങ്ങളുടെ കൂടെ കൂടുതലൊരു ഗുണമുണ്ടായി. ഈ വിഷം കുടിക്കാൻ പഠിച്ചു. ഇപ്പൊ ഇതില്ലാണ്ട് ഉറങ്ങാൻ പറ്റാണ്ടായി. വന്ന് കിടക്ക് ജോസഫേ. നീയായിരുന്നു ചേച്ചി? പിന്നെ വിളിക്കാമേ. എന്താണ് ഇതില്? എന്നെ കാണുമ്പോ ഇതെന്തിനാ അടക്കണേ? അതൊന്നും എന്റെ പൂച്ചക്കുട്ടി ചേച്ചിക്ക് കാണാൻ കൊള്ളാവുന്നതല്ല. ഇതൊന്നും നല്ലതല്ല ലിസ. സാധാ നേരെ ഒരു ഫോണ് കാതില്. വല്ല രോഗവും വരും നിനക്ക്. എന്താടി ഇതൊക്കെ യൂസ് ചെയ്യാത്ത ആരാടി ചേച്ചി ഇപ്പം? ചേച്ചി അല്ലാതെ രോഗം വരുവാണെങ്കിൽ എല്ലാവർക്കും വരില്ലേ? നാട്ടോടെ വന്ന നായ്ക്കെന്ത് ഛേദം എന്നൊരു ചൊല്ലുണ്ട്. അതെ, മേക്കപ്പ് മാൻ കുമാർജി പറഞ്ഞു ഈയിടെയായിട്ട് എൻ്റെ വയറിത്തിരി കൂടിയിട്ടുണ്ടെന്ന്. സത്യമാണോ? വയറ് കൂടിയിട്ടുണ്ടോ?
ഈ കണ്ട മേക്കപ്പ് മാൻമാർക്കൊക്കെ എന്തിനാ നിന്റെ വയറ് കാണിച്ചു കൊടുക്കുന്നത്? എന്റെ മന്ദബുദ്ധി ചേച്ചി, ഒരു മോഡലിന് ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ല. ഒരു മോഡലിന്റെ ശരീരം രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ളതാണെന്നാ അച്ചായൻ പറയാറ്. ഇത് പറ, എന്റെ വയറ് കൂടിയോ? പെൺകുട്ടികൾക്ക് ഇത്ര വയറൊക്കെ വേണ്ടേ? എന്റെ ബുദ്ധൂസേ, ഒരു മോഡലുകളുടെ ദേഹത്ത് ആവശ്യമില്ലാത്ത 1 ഗ്രാം മാംസം പോലും കാണാൻ പാടില്ല. എയറോബിക്കും ഡയറ്റും ഒക്കെ വീണ്ടും തുടങ്ങണം. ചേച്ചി പോയി കിടന്നോ. ചേച്ചി, രാവിലെ എണീക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ. യോഗ തുടങ്ങണം. നമസ്കാരം വാര്യർജി. എന്താ യുവരാജക്കന്മാരെ ഒരു നിഗൂഢത? എന്നെ തല്ലിക്കൊല്ലാൻ വല്ല പ്ലാനുണ്ടോ? വാര്യർ സാറേ, ചില രഹസ്യങ്ങളുണ്ട്. സാറിന്റെ വകുപ്പ് മന്ത്രി ഇവന്റെ പിതാശ്രീ അറിയരുത്. മിനിസ്റ്റർ അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ നമ്മളെന്തിനാ അദ്ദേഹത്തെ അറിയിക്കുന്നത്? ഈ വാര്യർ സാറിനെ ഞാൻ കടിച്ചു കൊല്ലും. സാറ് വാ, ചിലത് പറയാനുണ്ട്. അതെ വാര്യർ സാറേ, താൻ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. സ്ത്രീ വിഷയം അതല്ലെങ്കിലും നടക്കും. പക്ഷേ കമ്മീഷൻ 25%, അതിൽ മാറ്റമില്ല. അത് ഞാൻ അച്ചായൻ്റെ വാങ്ങിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ തരും. നീ എന്താ പെണ്ണിന്റെ പേര് പറഞ്ഞത്? ലിസ. ഒരു പെണ്ണ. വരാൻ പറ. നല്ല കലക്കം വീടാണല്ലോടേ. അതുപോലെ തന്നെ നല്ല കലക്കം വാടകയാ. തന്നെ. നമസ്കാരം സാർ. ലിസയുടെ അച്ഛനാ ജോസഫ് സാറ്. ഞാൻ സാധാരണ അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരാണല്ലോ സ്ഥിരമായിട്ട് സ്റ്റുഡിയോയിൽ വരാറുള്ളത്. ഞാൻ ക്യാമറമാനാ. പിന്നെ സാധാരണ ഞാൻ ഈ നടികളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാറില്ല. കണ്ടവനെ നിർബന്ധിച്ച് കളഞ്ഞ്. മോളെ സ്റ്റുഡിയോ കാറ് വന്നു. ആ മധുചേട്ടനോ? മണിസാറും ഉണ്ടല്ലോ. എന്താ മധുചേട്ടാ? പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് അച്ഛനും ഗുരുജി ഒന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴെങ്കിലും ഫോണൊന്ന് ഫ്രീ ആയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. 100 വട്ടം അവര് വിളിച്ചു. ഞാനാണെങ്കിൽ 1000 വട്ടം വിളിച്ച്. ഈ കൊച്ചാണെങ്കിൽ കൊച്ചെന്ന് പറയാൻ ഈ അച്ഛ ഈ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ ഫോൺ എപ്പോ നോക്കിയാലും എൻഗേജിലാണല്ലോ. എന്തൊരു കാര്യം പറ മധുചേട്ടാ. മോളെ ഒരു ഗവൺമെന്റ് ഓഫർ കിട്ടിയിട്ടുണ്ട്. ഹാൻഡ്ലൂമാണ്. ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്റെ ഫുൾ പ്രൊഫൈൽ സ്റ്റുഡിയോയിൽ സിസ്റ്റത്തിലുണ്ടല്ലോ മനസ്സാറേ. വലിയ കോൺട്രാക്റ്റാ. അവർക്ക് ഒന്ന് കാണണമെന്ന്. വരാൻ പറ്റൂല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ചതിക്കല്ലേ സാറേ? നിങ്ങൾ കയറിയിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം. ചേച്ചി ഇത്തിരി ചായ. കുടിക്കാനൊന്നും വേണ്ട, ഇയാളൊന്ന് പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ. വെള്ളമാണല്ലേ. അമ്മ 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 നോക്ക് ചേച്ചി, ഇപ്പൊ പകലും തുടങ്ങിയിരിക്കാം. അമ്മേ അമ്മേ, എന്താടി കിടന്ന് നിലവിളിക്കുന്നേ? നിന്റെ രണ്ടിനെ പപ്പയത്തോ? എന്റെ അമ്മേ, മുമ്പ് നിങ്ങൾ രണ്ടാളും സന്ധ്യ കഴിഞ്ഞേ തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ പകലും. ഞങ്ങളെ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ എങ്ങോട്ടും പോകണ്ടല്ലോടി മക്കളെ. അമ്മച്ചിക്ക് രാത്രി ഉറക്കമില്ല, അതാ. അമ്മ ദേ സ്റ്റുഡിയോ ഒന്ന് മധുചേട്ടൻ വന്നിരിക്കുന്നു. ആ എലുമ്പൻ എന്തിന്റെ കേടാടി? എന്റെ അമ്മ ഒരു വലിയ പ്രൊജക്റ്റ് ആണ്. അയാൾക്ക് വരണ മുമ്പ് ഒന്ന് വിളിച്ചൂടെ? അമ്മയുടെ ഫോൺ എവിടെ? ഓ ഫോൺ, എന്റെ ഫോൺ ഇവിടെ ഞാൻ ഫോൺ എവിടെ? ആഹാ എന്റെ ഫോൺ. അയ്യോ മക്കളെ, ചാർജ് ഇല്ല. എന്റെ ഫോൺ ബാറ്ററി ഓഫ്.
അമ്മ ഇറങ്ങ, നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോകാം. ഏയ് ഈ രാത്രിയിലോ? അമ്മേ, ഇത് രാത്രിയല്ല, പകലാ. 3 മണിയായി. വാട്ട്? പകലോ? അമ്മേ, നീ പോയി ഡ്രസ് ചെയ്. ഡ്രസ് ചെയ്തിട്ട് പോയി ഡ്രസ് മാറടി, എന്നെ പഠിപ്പിക്കല്ലേ. ശ്ശേ. അമ്മേ, ഈ അവസ്ഥയിൽ അവരെന്ത് വിചാരിക്കും? ഇന്നിങ്ങനെ പോകേണ്ടി വരുന്ന അമ്മച്ചി അറിഞ്ഞില്ല മക്കളെ. ഒരു കാര്യം ചെയ്യും, ഇന്ന് മക്കളും കൂടെ അനിയത്തിക്ക് കൂട്ടുപോ. ഞാനോ? ആ, ഈ കണ്ടീഷനിൽ അമ്മ പോണേലേക്കാളും നല്ലതല്ലേ മക്കൾ അനിയത്തിക്ക് കൂട്ടുപോകുന്നത്. പക്ഷേ കയ്യകലത്തിനപ്പുറത്തേക്ക് വിടരുത്, കണ്ണെടുത്തിനടുത്ത് തന്നെ നിർത്തണം. മക്കളെ പോലെ അല്ല, അവള് കുറച്ച് ഇളക്കക്കാരിയാ. പ്രായം അതല്ലേ. ഞാൻ മതിയോ അമ്മേ? ആ പിന്നെ നീ മതി, നിനക്ക് 2 വയസ്സ് മൂപ്പില്ലേ. നീ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലിസ. ഗുഡ് മോർണിംഗ്. ഇതാരാ? ഇതാണ് എൻ്റെ ചേച്ചി ഡയാന. ഹായ്. ഗുരുജി വന്നില്ലേ എന്തു? അവരൊക്കെ ഷൂട്ടിന് പോയി, ഔട്ട്ഡോർ. എന്തിൻ്റെ? ഒരു സോപ്പിന്റെ ഷൂട്ട്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മേനിയഴകിൻ്റെ രഹസ്യം പരിമള സോപ്പ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ, ഒരു 1.5 കുളി തന്നെ വേണ്ടി വരും. ലിസ അതിനൊന്നും തയ്യാറാവില്ലല്ലോ, അങ്ങനെയാ ബാല പറഞ്ഞത്. ഒരു ബാല, ഗുരുജിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ. എല്ലാം ഉരിഞ്ഞെറിഞ്ഞിട്ട് അവളോട് പോയി വെള്ളത്തിൽ ചാടാൻ പറ, ക്യാമറ കൂടെ ചാടിക്കോളും. ചേച്ചി വാ. നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചിക്കൊന്നും അറിയില്ല, ഒക്കെ പാരകളാ. ചേച്ചി ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. നീ എവിടേക്കാ പോണേ? അവരെന്നെ കാണാനല്ലേ വന്നത്. അയ്യോ, ഞാനിപ്പോ വരാം. അമ്മ ഞാൻ കൂടെ അല്ലാതെ നിന്നെ എവിടെയും വിടരുതെന്ന് പറഞ്ഞു. ആ തള്ളയ്ക്ക് വട്ടാണ് ചേച്ചി. ചേച്ചി ഇവിടെ ഇരിക്കും, അനങ്ങരുത്. ലിസ, ഞാനിപ്പോ വരാവേ. ഹലോ. അച്ചാമ്മയ്ക്ക് എന്ത് പറ്റും മോളെ? സിവിയർ ഹെഡേക്ക്. പനിയുണ്ടാ ചായ? പകല് കുറച്ച് കുറയ്ക്കാൻ പറ. അച്ചായനോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ലിസ, look, advertisement is for sale. Just for sale. 101. എന്താ? 101-ാം വട്ടമാണ് ഞാൻ ഈ ഫോർ സെയിൽ ഡീറ്റെയിൽസ് കേൾക്കുന്നത്. എൻ്റെ പൊന്നച്ചായ, നിങ്ങളും ഗുരുജിയും പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. വേറെ എന്താ ഞാൻ വേണ്ടത്? മോളെ, ഇവര് കൊണ്ടുവന്നിരിക്കുന്നത് 1 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റാണ്. ഹലോ, ക്യാമറയ്ക്ക് മുമ്പിൽ ഗ്ലാമർ കാണിക്കേണ്ടി വരില്ല എന്ന് വെച്ചാല് വമ്പൻ പരസ്യ കമ്പനികൾ പലതരം ഓഫറുമായി ക്യൂ നിൽക്കുക. പക്ഷേ അച്ചായനും ലിസിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ വെളി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കാം അച്ചായ. അതെ മോളെ, ഒരു പാലിടുമ്പോൾ കേരള തനിമ, അതാണ് പ്രധാനം. ലിസ, ആരാണെന്ന് കൂടെ വന്നിരിക്കുന്നത്? അതെന്റെ ചേച്ചിയാണ്, ഡയാന. എന്താ ചായ? ഒന്നുമില്ല. സ്വാമി പറഞ്ഞ ഏതോ പെൺകുട്ടി റിസപ്ഷനിൽ ഇരിക്കുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എനിക്ക് കൂട്ടുവന്നതാ. ലുക്ക് ലിസ, 1 ഇയറാണ് കോൺട്രാക്ട്. ബാക്കിയൊക്കെ അച്ചായൻ പറഞ്ഞുതരും. വേറെയും ചില കോൺട്രാക്ട് ഉണ്ട്, അത് ഞങ്ങൾ പറഞ്ഞുതരും. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. ഷോർട്സ് ക്യാപ്ചർ ചെയ്യട്ടെ സാർ? ഇന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടേക്സ് ഒക്കെ ഓർഡറിലാക്കിയിട്ട് ബാലപ്പയ്ക്കുള്ളൂ. പറ്റിയാ ഞാൻ രാത്രി ഇരിക്കാം. ഓക്കെ സാർ. ലിസയുടെ ചേച്ചിയാണല്ലേ? അതെ. എന്താ പേര്? ഞാൻ ഡയാന. ഇങ്ങനൊരു മകളുള്ള കാര്യം അച്ചാമ്മേനോട് പറഞ്ഞിട്ടില്ലല്ലോ. കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ അല്ല, പഠിക്കുകയോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും?
ഒന്നും ചെയ്യുന്നില്ല. ലിസ എവിടെ? അവള് പോയിട്ട് കുറേ നേരമായി. അകത്തുണ്ട്, ഇരിക്കെ. അച്ചായോ ഒന്നിഞ്ഞു വന്ന്. ആ, ഷൂട്ടൊക്കെ കഴിഞ്ഞോ? ഓക്കെ, ഇരിക്കെ. ആ കുട്ടി ഏതാണ്? എവിടെ ഇറങ്ങി പോണേ? മോളെ, എന്താ മോളെ, സ്റ്റുഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം? എനിക്കൊന്നും അറിയില്ല പപ്പ. പിന്നെന്തിനാ അവള് പിശാച് കയറിയോ അകത്തോട്ട് കയറി പോയെ? എനിക്കറിയില്ല പപ്പ. കാറി കയറി മുതൽ അവളെന്നെ ചീത്ത വിളിക്കുക. ഇന്ന് വരെ ലിസ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ എണീറ്റില്ലേ പപ്പ? ഇല്ല, മോളകത്തേക്ക് അല്ലേ. അവിടെ സ്റ്റുഡിയോയിൽ എന്താ ഉണ്ടായത്? എടേ ഡയന, എന്താടി സ്റ്റുഡിയോയിൽ ഉണ്ടായത് പറ. എന്റെ അമ്മ, എനിക്കൊന്നും അറിയില്ല. ഓ, ഒന്നും അറിയില്ല. പിന്നെ എന്റെ കൊച്ചിന് വട്ടാണോ? അച്ചാമേ, ലിസ എന്നെ സ്റ്റുഡിയോയിൽ ഒരു സോഫയിൽ ഇരുത്തിയിട്ട് ഉള്ളിൽ പോയി. കുറെ കഴിഞ്ഞ് കൊടുങ്കാറ്റ് പോലെ കാറി കയറി. ഓ, ഞാനും കൂടെ ഓടി കയറായിരുന്നു. ഞാൻ ചോദിച്ചതിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല. കുറെ എന്നെ ചീത്ത വിളിച്ചു. എന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓ, എന്തൊരു അഭിനയം. എന്താ അച്ഛമ്മ ഈ പറയുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? ആണുങ്ങളടുത്ത് ഇളിച്ചു കാണിച്ചു. എന്റെ മോളുടെ 1 വർഷത്തെ കരാർ തട്ടിക്കൊണ്ട് പോയി ഇവള്. എന്ത് കരാറാമ്മ ഈ പറയണത്? തേങ്ങ കരാറ്. കന്നിന് കയം കാണിക്കരുതെന്ന് പണ്ടോരോ പറഞ്ഞിട്ടുണ്ട്. അച്ചട്ടോ, ഇവരെന്തൊക്കെയാ പറയണെന്ന് എനിക്കറിയില്ല പപ്പ. ഓ, പപ്പയും മോളും കൂടി അറിഞ്ഞുള്ള കളിയാണ്. കാണിച്ചു തരാം ഞാൻ, കാണിച്ചു തരാൻ മടി. എന്താ മോളെ, എന്തായി കാണുന്നതൊക്കെ? പപ്പ, പപ്പയുടെ അവരോടൊക്കെ തന്നെ പോയി ചോദിക്കും. നന്നായിട്ടുണ്ടല്ലേ ബാല? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സർ. ഒരു CD റൈറ്റ് ചെയ്തേക്കും. ഓക്കെ സർ, 1 സെക്കൻഡ്. എന്താ സാർ പോവാണോ? എന്താ ബാല? അല്ല, ആ ഹെയർ ഓയിലിന്റെ സ്റ്റോറി ബോർഡ്. ഞാൻ നോക്കാം. ഓക്കെ. ആ, എന്റെ ലാജ് പോസ്റ്റ് ചെയ്തോട്ടെ? ഞാൻ പറയാം. ഓക്കെ. ആ ലിസ ഒത്തു വന്നത് അച്ഛനൊക്കെ നശിപ്പിച്ച്. പ്രതാപം മറ്റേ കുട്ടിയെ കണ്ടു, അവൾ മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ആ അപ്സരസിനെ ഞങ്ങൾ കണ്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ പോയി കളഞ്ഞില്ലേ? 2 മിസ്സാവോ അവസാനം? ഒന്നും എങ്ങും പോകില്ല എന്റെ വയറ് സാറേ. 2 നടക്കുമെങ്കിൽ അതല്ലേ നല്ലത് കിരൺ. വരുന്ന 1 വർഷം വേറെ ഒരു കോൺട്രാക്റ്റും കിട്ടിയില്ലെങ്കിലും അച്ചായനും സ്റ്റുഡിയോയ്ക്കും ലാവിഷായിട്ട് കഴിയാനുള്ള വകുപ്പല്ലേ നമ്മൾ ഒപ്പിച്ചത്? 2 അല്ല, 2 ഡസൻ റെഡിയാക്കില്ലേ നമ്മുടെ അച്ഛൻ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഹലോ, ഒന്ന് നിന്നേ. എന്താണ് പ്രതാപൻ സാറേ? ഒരുപാട് വിനയൊന്നും വേണ്ട അച്ചായൻ സാറേ. എന്തോ ഗുരുജിക്ക് പറയാനുണ്ട് തോന്നല്ലോ, മുഖം കണ്ടിട്ട്. നല്ല കാര്യങ്ങളാണെന്ന് തോന്നില്ല. ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരി. അച്ചായനൊരു മോളില്ലേ? അതെന്താ ഗുരുജി ഒരു പുതിയ ചോദ്യം? എന്റെ മോള് സൈനോരെ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ വല്ലതും? എന്ത് പ്രശ്നം? സ്വന്തം മോളല്ലേ, കൊല്ലാൻ പറ്റുമോ? ഈ പ്രായത്തിനിടെ തന്നെ 8 പ്രേമത്തിൽ ചെന്ന് ചാടി. എല്ലാം വല്ല വിധേനങ്ങൾ ഞാൻ ഊരിയെടുത്തു. ഞാൻ അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്തറിയോ? ഒന്നും പറയുന്നില്ല. വന്നിപ്പോ കള്ളുകൂടിയും തുടങ്ങിയത്. കൊല്ലണ്ടേ പുല്ലിനെ? അച്ചായ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം, അതായത് കർമ്മഫലം, നമ്മൾ നേരിട്ടല്ലെങ്കിലും നമ്മുടെ സന്താന പരമ്പരകളിലൂടെയെങ്കിലും നമ്മൾ അനുഭവിച്ചു തന്നെ ആവണം. ഈ ഗീതോപദേശമൊക്കെ എന്തിനാ ഈ പാവ സത്യക്രിസ്ത്യാനോട് പറയുന്നേ?
ജീവിക്കാൻ വേണ്ടി ഓരോരോ സ്വപ്നങ്ങളുമായി വരുന്ന എത്ര പെൺകുട്ടികളെയാ ആ വൃത്തികെട്ടവന്മാർ മിസ്യൂസ് ചെയ്യുന്നത്. അച്ചായനതിന് കൂട്ടു നിൽക്കല്ലേ. ഇഷ്ടം പോലെ വർക്കും കൊള്ള വരുമാനവും ഉണ്ടല്ലോ. സ്റ്റുഡിയോ മാന്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഇതൊക്കെ പോരെ? എൻ്റെ പ്രതാപ, ഒരു തത്വം ഞാൻ തന്നോട് പറഞ്ഞുതരാം. ഈ വരുന്നതിൽ ഒട്ടുമുക്കാലും രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ പവിത്രമായി കൊണ്ടു നടന്ന പല പെൺകുട്ടികളും പിന്നീട് പല കൈകളും മറിഞ്ഞ് മറിഞ്ഞ് അനാഥകളായി നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടുള്ള അവരുടെ നോട്ടത്തിൽ ഞാനൊരു കിഴങ്ങ്. തോന്നും പോലെ ചെയ്. ഈ ശാപം എൻ്റെയും കൂടെ തലേ വീഴുമെന്ന എൻ്റെ ഇപ്പോഴത്തെ പേടി. ഇത് ശാപമൊന്നും കിട്ടില്ല പ്രതാപ. ഒരു പരസ്പര സഹായം. ഈ ലോകം ഒരു സൂപ്പർ മാർക്കറ്റാ. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എന്തിനാ? ഫോർ സെയിൽ. ഈ തത്വം മോള് കേൾക്കണ്ട കേട്ടോ. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതാ ഇങ്ങനെ ആയിപ്പോയത്. ഇയാൾക്കറിയില്ലല്ലോ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ട്രാപ്പ്. പറയുമ്പോ എന്താ, വലിയ സ്റ്റുഡിയോ ഓണർ.